സന്നദ്ധ സംഘടനകളുടെ സഹായത്താൽ ഒരു തട്ടുകട തുടങ്ങിയിട്ട് അധിക കാലമായിട്ടില്ല. ദിവസങ്ങൾക്ക് മുമ്പ് മുഹമ്മദ് ഹാരിസിനൊരു നോട്ടീസ് ലഭിച്ചു. ഒരാഴ്ചയ്ക്കകം ഇവിടെയുള്ള കടകൾ പൊളിക്കണമെന്നാവശ്യപ്പെട്ട് പൊതുമരാമത്ത് വകുപ്പ് ദേശീയപാത വിഭാഗത്തിൻ്റെതായിരുന്നു ഈ നോട്ടീസ്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് മുഹമ്മദ് ഹാരിസ്. വയനാട് ലക്കിടി ചങ്ങലമരത്തിനടുത്താണ് മുഹമ്മദ് ആരിഫ് കട നടത്തുന്നത്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതനായ ഒരാളാണ്. വില്ലേജ് റോഡിനടുത്തായിരുന്നു ഇദ്ദേഹത്തിൻ്റെ താമസം. വീട് ഭാഗികമായി തകർന്ന അവസ്ഥയുണ്ട്. അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഒരു നോട്ടീസ് ലഭിച്ചു. ആ നോട്ടീസ് പൊതുമരാമത്ത് വിഭാഗം ദേശീയപാത കോഴിക്കോട് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ കാര്യാലയത്തിൽ നിന്നാണ്. 7 ദിവസത്തിനകം ഈ കട പൊളിച്ചു നീക്കണമെന്നാണ് ആവശ്യം. ഈ മേഖലയിലുള്ള തട്ടുകടകളെല്ലാം തന്നെ ഇതുപോലെ പൊളിച്ചു നീക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. എന്തു ചെയ്യണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ദുരന്തബാധിതൻ കൂടിയായിട്ടുള്ള മുഹമ്മദ് ആരിഫ്. ബഹുമാനപ്പെട്ട മന്ത്രിമാരും മറ്റുള്ളവരെ അറിയാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. ഞങ്ങളെല്ലാം ജീവിതം മടുത്ത് നിൽക്കുന്നവരെ സാറേ, ഞങ്ങളെല്ലാം ജീവിതം മടുത്ത് ഞങ്ങൾക്ക് സംഘടന തന്ന ഒരു കടയാണ് ഇത്. പെട്ടെന്ന് വന്ന് പൊളിച്ചു മാറ്റണമെന്ന് പറയുമ്പോൾ ഞങ്ങൾ എവിടെ പോകും? ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങൾക്ക് വീടില്ല, ഞങ്ങൾക്ക് താമസിക്കാൻ വീടില്ല. അത് ലിസ്റ്റിൽ പോലും വന്നിട്ടില്ല. ഏതെങ്കിലും സംഘടനക്കാർ തന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വളരെ നന്ദിയായിരുന്നു. ഏറ്റവും വലിയ ആവശ്യം ഞങ്ങൾക്ക് കിടപ്പാടാണ്. അതുമാത്രമല്ല, ജീവിതമാർഗത്തിന് വേണ്ടി ഞങ്ങളൊരു സംരംഭം തുടങ്ങിയതാണ്. ഞങ്ങൾ സംഘടനക്കാരെ സഹായിച്ചുകൊണ്ടാണ് ഞങ്ങളിത് തുടങ്ങിയിട്ടുള്ളത്. ഞങ്ങൾക്ക് ഈ കട പൊളിച്ച് പെട്ടെന്ന് മാറ്റാൻ ഞങ്ങൾക്ക് കഴിയില്ല. ഞങ്ങൾക്കൊരു സാവകാശമെങ്കിലും തന്നുകൂടെ സർക്കാരിന്? അത് ഞങ്ങൾക്ക് പറയാനുള്ളൂ. കണ്ണീരോടെ പറയുകയാണ്. ഞങ്ങളുടെ സംഘടന നിലനിർത്താൻ കഴിയില്ല. കുട്ടികളെ മക്കളെ പോറ്റാൻ ഞങ്ങൾക്ക് വേറെ വഴിയില്ല. അത് ചെയ്യേണ്ടത് സർക്കാരിൻ്റെ കടമയാണ്. ഞങ്ങളാണ് ഇതിൻ്റെ ഉത്തരവാദികൾ. ഞങ്ങൾ എന്ത് ചെയ്യും? ഞങ്ങളുള്ളത് എന്തിനിങ്ങനെ ക്രൂരത കാണിക്കുന്നത്? ഞങ്ങൾക്ക് ഞങ്ങളെന്തോ എങ്ങനെ ജീവിക്കും? വ്യക്തിവൈരാഗ്യ പകപോക്കിയ പോലെ ചെയ്തിട്ടുള്ളത്. വാടക വരെ നിർത്തിക്കഴിഞ്ഞു. അങ്ങനത്തെ ഒരു അവസ്ഥയിലൊക്കെ ഞങ്ങൾ കഴിയുന്നത്. പിന്നെ ആശുപത്രി കേസ്, പിന്നെ മോള് പഠിക്കുന്നുണ്ട്. ഫുൾ A+ വാങ്ങിയൊരു കുട്ടിയാണ്. സയൻസാണ് എടുത്തിട്ടുള്ളത്. ആ കുട്ടീനെ എങ്ങനെ പഠിപ്പിക്കും? വൈരാഗ്യങ്ങളൊന്നുമില്ല, രാഷ്ട്രീയമില്ല, ജാതിയില്ല, മതമില്ല, ഒന്നുമില്ല ഞങ്ങൾക്ക്. ഞങ്ങളെല്ലാവരും അങ്ങനത്തെ ഒരു പരിപാടിയിലപ്പം നിൽക്കുന്നത്. ദേശീയപാത പൊതുമരാമത്ത് വിഭാഗത്തിൻ്റെ നോട്ടീസ് മുഹമ്മദ് ആരിഫിന് മാത്രമല്ല ലഭിച്ചിട്ടുള്ളത്, ഈ മേഖലയിലെ എല്ലാ കടകൾക്കും ലഭിച്ചിട്ടുണ്ട്. ഇതോടെ എന്തു ചെയ്യണം എന്നറിയാതെ പകച്ചു നിൽക്കുകയാണിവർ. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഏറെ രോഷാകുലനായിട്ടാണ് അദ്ദേഹം പ്രതികരിക്കുന്നത്.